ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്ന് ഞാൻ വളരെ ഹാപ്പിയിലാണ്. കാരണം ഒരുപാട് നാളുകളായി മനസ്സിൽ കൊണ്ടു നടന്നതാണ് വീട്ടിലെ ഉപയോഗത്തിന് ഒരു അറബാന ഉണ്ടാക്കുക എന്നുള്ളൊരാഗ്രഹം. അപ്പോൾ ഇതുപോലെ 2 ഐറ്റം കിട്ടിയിരിക്കുകയാണ്. അതായത് ഒടിഞ്ഞ ബേബി സൈക്കിളും ആൻറ്റിനയുടെ ഡിഷും, അത് രണ്ടും കൂടി ചേർത്ത് ഒരു സൂപ്പർ നമ്മൾ വീട്ടിലേക്ക് ഉപയോഗപ്പെടുന്ന തരത്തിലുള്ള ഒരു അറബാനയാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നതും. ചിലവൊന്നുമില്ലാത്ത രീതിയിൽ തന്നെ ഇത് ഉണ്ടാക്കിയിരിക്കുകയാണ്. മെഷീനറികളോ മറ്റു ഉപകരണങ്ങളോ ഒന്നും ഇല്ലാത്ത തരത്തിൽ തന്നെ ഇത് വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ്. അതെല്ലാവർക്കും കാണാം. അത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് കാണാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ആ ഒടിഞ്ഞ സൈക്കിളിൻ്റെ ബേബി സൈക്കിളിൻ്റെ ഇതുപോലെ ഞെട്ട് ബോൾട്ടുകളൊക്കെ ഉള്ള ഭാഗങ്ങൾ നമുക്ക് അഴിച്ചു മാറ്റാം. സ്പാനർ കൊണ്ട്, അതായത് 10 സ്പാനറിൻ്റെ സ്പാനർ കൊണ്ടാണ് ഞെട്ട് ബോൾട്ടുകളൊക്കെ ഇളക്കി മാറ്റുന്നത്. ഏകദേശം എല്ലാ ബേബി സൈക്കിൾ ഇത്തരത്തിലുള്ള ഞെട്ട് ബോൾട്ടുകളൊക്കെ ആയിരിക്കും. പിന്നെ ഇടയ്ക്ക് ചില സ്ക്രൂകളും കാണും. ഇതുപോലെ സ്ക്രൂ ഡ്രൈവർ കൊണ്ടും അത് നമുക്ക് അഴിച്ച് മാറ്റാവുന്നതാണ്. അപ്പോൾ ഏകദേശം അതിൻ്റെ ഭാഗങ്ങളൊക്കെ അഴിച്ച് മാറ്റിയ ശേഷം നമുക്ക് അഡിഷൻ്റെ ഭാഗം, അതായത് ഇതുപോലെ മടങ്ങിയിരിക്കുന്ന ഭാഗമാണ്, അത് നമുക്കൊരു ഹാമർ കൊണ്ട് അടിച്ച് നല്ലവണ്ണം നിരത്തിയെടുക്കണം. നല്ല പരത്തിയെടുക്കണം, ഒരുപോലെ ആക്കിയെടുക്കണം. എല്ലാ ഭാഗത്തും നല്ലതുപോലെ ഹാമർ കൊണ്ട് അടിച്ച് നല്ലതുപോലെ പരത്തിയെടുക്കണം. ഒരു കല്ലിൻ്റെ പുറത്ത് വെച്ച് ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ സിമൻറ്റ് തറ, നല്ലത് കട്ടിയുള്ള സിമൻറ്റ്, ഇത് പിന്നെ തുണി കഴുകുന്ന ഒരു കല്ലിൻ്റെ പുറത്ത് വെച്ചാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ്. ഹാമർ കൊണ്ട് ഇതുപോലെ തട്ടി എല്ലാ ഭാഗത്തും നമ്മൾ നിരപ്പാക്കിയെടുക്കുക. ചുറ്റുഭാഗം ഹാമർ കൊണ്ട് ഇതുപോലെ നിരപ്പാക്കിയെടുത്തതിന് ശേഷം മറിച്ചിട്ടതിന് ശേഷം വീണ്ടും ഒന്നുകൂടി നല്ലതുപോലെ തട്ടി അടിച്ച് ഇതുപോലെ മറിച്ചിടുക. മറിച്ചിട്ടതിന് ശേഷം ഇതുപോലെ ഉള്ള ഭാഗം കൂടി നമുക്ക് നല്ലതുപോലെ തട്ടി ഷേപ്പാക്കി എടുക്കണം. എല്ലാ ഭാഗത്തും ഒരുപോലെ ആയിരിക്കണം. റൗണ്ട് ഷേപ്പായിട്ടാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ എല്ലാ ഭാഗത്തും നമ്മൾ അടിച്ച് പരത്തി കഴിഞ്ഞു. പിന്നീട് നമുക്ക് ഇത് 3 ഭാഗം നമുക്കൊന്ന് മടക്കിയെടുക്കണം. അതായത് വീഡിയോ കാണുന്ന പോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. 3 ഭാഗം നമുക്ക് മടക്കിയെടുക്കേണ്ടതാണ്. ഒരു ഭാഗം നമുക്ക് ഫ്രീ ആയിട്ട് വിടാം. അതിന് നമുക്കൊരു 6 ഇഞ്ച് ടേപ്പ് വെച്ച് അളന്ന്, അത് മധ്യഭാഗത്ത് നിന്ന്, അതായത് അഗ്രഭാഗത്ത് നിന്ന് 6 ഇഞ്ച് മുന്നേ ഒരു ടേപ്പ് കൊണ്ട് അളന്ന് ഇതുപോലെ ഇത് നീളത്തിന് അളക്കുന്നതാണ് ഒരു ലൈനിന് വേണ്ടി. അല്ലാതെ നമ്മൾ 6 ഇഞ്ച് ഇതുപോലെ അഗ്രഭാഗത്ത് നിന്നും ടേപ്പ് പിടിച്ച് 6 ഇഞ്ച് അകലത്തിൽ, അതായത് വീതിയിൽ ഇതുപോലെ അകലത്തിൽ ഒരു മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് വരയിടുക, നീളത്തിൽ വരയിടുക. അപ്പോൾ 2 ഭാഗത്ത് ഇതുപോലെ ചെയ്തിട്ട്, അതായത് നമ്മൾ കല്ലിൻ്റെ ഇതുപോലെ സൈഡിൽ ഏതെങ്കിലും ഇതുപോലൊരു സൈഡ് ഭാഗം കിട്ടുമെങ്കിൽ ആ സൈഡ് ഭാഗത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ ഹാമർ കൊണ്ട് അടിച്ച് മടക്കിയെടുക്കാം. ഇതുപോലെ ഹാമർ കൊണ്ട് അടിച്ച് മടക്കിയെടുക്കാവുന്നതാണ്. കുറച്ച് ഭാഗം ഇങ്ങനെ അടിച്ച് മടക്കിയെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ കൈകൊണ്ട് ഒന്നുകൂടി നല്ലതുപോലെ പ്രസ് ചെയ്ത് മടക്കി. അപ്പോൾ ഈ ഷീറ്റ്, ഈ തകിട് നമ്മൾ കൂടുതൽ ബലമൊന്നുമുള്ളത്, കുറച്ച് ബലമേ ഉള്ളത്, അതുകൊണ്ട് നമുക്ക് കൈകൊണ്ട് തന്നെ ഇതുപോലെ മടക്കിയെടുക്കാം. ഒരു പൈപ്പ് ഉള്ളിലേക്ക് വെച്ചിട്ട് ഇതുപോലെ കൂടുതൽ മടങ്ങി, അതായത് നമ്മളൊരു കറക്റ്റ് രീതിയിൽ മടങ്ങി വരുന്നതിന് വേണ്ടിയാണ് അകത്ത് പൈപ്പ് ഇങ്ങനെ വെക്കുന്നത്. അപ്പോൾ 2 ഭാഗത്തും ഇതുപോലെ നമ്മൾ ടേപ്പ് കൊണ്ട് മാർക്ക് ചെയ്ത് 6 ഇഞ്ച് വീതം അകലത്തിൽ മാർക്ക് ചെയ്തതിന് ശേഷം 2 സൈഡ്, 3 സൈഡ്, മൊത്തം 3 സൈഡ് നമ്മൾ മടക്കിയെടുക്കുക. അതായത് 2 ഇരുവശങ്ങളിലും ഒരു ബാക്ക് വശം, പുറകു വശവും. എന്നിട്ട് നമുക്ക് മടക്കിയെടുത്ത ഭാഗത്ത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഹാക്സാ ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്യണം. അതായത് നമ്മൾ മടക്കിയെടുത്ത 2 ഭാഗമുണ്ടല്ലോ, അതിൻ്റെ 3ാമത്തെ ഭാഗമായ പുറകു സൈഡിൻ്റെ മടക്കിയെടുത്ത അത്രയും അഗ്രഭാഗം വരെ നമ്മൾ ഹാക്സാ ബ്ലേഡ് കൊണ്ട് 2 സൈഡിലും ഇതുപോലെ മുറിക്കുകയാണ്. കാരണം ആ ഭാഗം കൂടി നമുക്ക് മടക്കിയെടുക്കുന്നതിന് വേണ്ടിയാണ്. നമ്മൾ 2 സൈഡിലും മടക്കിയല്ലോ, അതുപോലെ 3ാമത്തെ ഭാഗം കൂടി മടക്കിയെടുക്കുന്നതിന് വേണ്ടിയാണ്. പിന്നെ ഒരു പൈപ്പ് വെച്ചിട്ട് ഇതുപോലെയൊക്കെ തട്ടി നിരപ്പാക്കി ഈ പൈപ്പ് കൊണ്ട് തന്നെ നമ്മൾ അമർത്തി പിടിച്ചിട്ട് ആ ഭാഗം കൂടി നമുക്ക് മടക്കിയെടുക്കാവുന്നതാണ്. ഇതുപോലെ ഹാമർ കൊണ്ട് തട്ടി മടക്കാം. പിന്നീട് കുറച്ച് ഭാഗങ്ങൾ കൈ കൊണ്ട് നമുക്കിങ്ങനെ മടക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ കാണുന്ന പോലെ വളരെ നിഷ്പ്രയാസം എല്ലാവർക്കും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് തുരുമ്പെടുക്കുന്നൊരു സാധനമില്ല, അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഇത് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമ്മൾ മടക്കിയെടുത്ത് 3 ഭാഗങ്ങളാണ് മടക്കിയെടുത്തത്. അപ്പോൾ നമ്മൾ കൂർത്ത മുനയായിട്ട് 2 സൈഡിലും കാണുന്നുണ്ട്. ആ സൈഡിൽ 2 സൈഡും കൂടി നമുക്ക് മടക്കി വെക്കാം, അല്ലെങ്കിൽ കയ്യിലൊക്കെ തട്ടി മുറിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് 2 സൈഡും കൂടി നമുക്ക് മടക്കി വെക്കണം. കൂർത്തിരിക്കുന്ന ഭാഗം നമുക്ക് മടക്കി വെക്കണം. തിരിച്ച് വെച്ചതിന് ശേഷം എല്ലാ ഭാഗവും ഒന്ന് നമ്മൾ ഹാമർ കൊണ്ട് തന്നെ അടിച്ച് നല്ലതുപോലെ നിരപ്പാക്കി എടുക്കുക. ഇതുപോലെ കൂർത്ത ഭാഗം കൂടി മടക്കി വെക്കാം. അപ്പോൾ നമുക്കൊരു ഷേപ്പായി കിട്ടിയിരിക്കുകയാണ്. അതായത് അറബാനയുടെ ഒരു മുകൾ ഭാഗമായിട്ട് ഉള്ളൊരു ഷേപ്പ് നമുക്ക് ഇവിടെ ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ അറബാനയൊക്കെ നമുക്കൊന്ന് കടയിൽ നിന്ന് വാങ്ങണമെങ്കിൽ 4000 രൂപ മുതലാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ്. ഞാനിത് അന്വേഷിച്ചതാണ്.
അപ്പോൾ അത്ര വലുപ്പത്തിലുള്ളതല്ലെങ്കിലും നമുക്ക് വീട്ടിൽ അത്യാവശ്യം കാര്യങ്ങൾക്കായിട്ട് മെറ്റിലോ മണലോ ഒക്കെ പുറകിലേക്ക് കൊണ്ടുപോകാൻ, പുറകിൽ നിന്ന് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാൻ, ഇതൊക്കെ മറ്റെന്തെങ്കിലും സാധനം, ഗ്യാസ് സിലിണ്ടർ അതുപോലുള്ള സാധനങ്ങൾക്ക് നമുക്ക് ഇതിൽ വെച്ച് ഉരുട്ടിക്കൊണ്ട് വളരെ നിഷ്പ്രയാസം തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അത്തരത്തിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. കണ്ടോ, സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ മുഴുവനും കാണണമെങ്കിൽ മാത്രമേ നമുക്കിത് മനസ്സിലാകത്തുള്ളൂ. ഇത് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു ഐറ്റമാണ്. വളരെ ബുദ്ധിമുട്ടൊന്നുമുള്ള സംഭവങ്ങളൊന്നുമല്ല. അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗത്തും നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ചതിന് ശേഷം മടക്കിയ ഭാഗത്തൊക്കെ ഇതുപോലെ ഹാമർ വെച്ച് അടിച്ച് നല്ലതുപോലെ ഷേപ്പായി നിരപ്പാക്കി എടുക്കുക. മെഷീനറികളൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. ശേഷം നമുക്ക് ആ കൂർത്ത ഭാഗം, അഗ്രഭാഗം നമുക്കിതുപോലെ സ്പ്ലയർ കൊണ്ടൊന്ന് മടക്കി അകത്തേക്ക് വെച്ചിട്ട് തട്ടി നല്ലതുപോലെ നിരപ്പ് ചെയ്ത് വെക്കുക. പിന്നീട് ഇതിൻ്റെ മധ്യഭാഗത്ത് നമ്മൾ ആൻറ്റിന് വെച്ചതിൻ്റെ ഒരു ഹോള് കാണും. അതായത് ഈ ഹോള് നമുക്കൊന്ന് അടിച്ച് ലെവല് ചെയ്തതിന് ശേഷം MC കൊണ്ടോ മറ്റെന്തെങ്കിലും കൊണ്ടോ നമുക്ക് ആ ഹോൾ അടയ്ക്കാവുന്നതാണ്. അടച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എങ്കിൽ അടച്ചാലൊരു ഭംഗി അടച്ചിട്ട് പെയിൻ്റൊക്കെ ചെയ്തെടുക്കുമ്പോൾ ഇത് MC രണ്ടും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ആ ഹോൾ ഞാനൊന്ന് അടച്ചെടുക്കുകയാണ്. നമ്മൾ മണ്ണൊക്കെ അതിനകത്ത് വാരിയിടുകയാണെങ്കിൽ പോകരുതില്ലേ പുറത്തേക്ക്. അഥവാ ഹോൾ അടച്ചിട്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും വെച്ചിട്ട് മണ്ണ് വാരിയിടാം. പിന്നീട് നമുക്ക് നേരത്തെ ബേബി സൈക്കിളിൻ്റെ അഴിച്ച് മാറ്റിയ ഭാഗങ്ങളിൽ നിന്ന് 2 വീലുള്ള ഭാഗം ഇതുപോലൊരു ഭാഗം ഉണ്ടാവും. അതായത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതുപോലൊരു ഭാഗം. ആ ഭാഗം നമുക്ക് നേരെ തട്ടി നിരപ്പാക്കി അടിച്ച് നേരെയാക്കി വെക്കണം. ദണ്ട് ഇതുപോലെ അടിച്ച് നേരെയാക്കി വെക്കണം. അതായത് നമ്മൾ കമിഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ നല്ല സ്ട്രൈറ്റ് ആയിട്ടിരിക്കണം. ദണ്ട് ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ടിരിക്കും. പിന്നീട് നമുക്ക് ഒറ്റ വീലുള്ള ഭാഗം കൂടി എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലുള്ള ഈ ഭാഗം വെച്ച് കട്ട് ചെയ്ത് കളയണം. ആക്സാ ബ്ലേഡ് കൊണ്ടാണ് അതും കട്ട് ചെയ്യുന്നത്. ആക്സാ ബ്ലേഡൊക്കെ കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. നമുക്ക് കട്ടിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ അതൊക്കെ ചെയ്ത് മാറ്റാവുന്നതാണ്. മെഷീനറികളൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ടാണ് ഇത് ആക്സാ ബ്ലേഡൊക്കെ ഉപയോഗിക്കുന്നത്. ഡ്രില്ലിംഗ് മെഷീനും കട്ടിംഗ് മെഷീനൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി സ്മൂത്തായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ആക്സാ ബ്ലേഡ് കൊണ്ട് അത് 2 കട്ട് ചെയ്ത് മാറ്റി പിന്നീട് നമുക്ക് ഇതിൻ്റെ ഒരു 2 ഹോളുകൾ, അതായത് ഈ 2 പൈപ്പ് മുറിച്ച് പാറ്റിയ ഭാഗമുണ്ടല്ലോ, അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടൊന്ന് അടിച്ച് മടക്കി വെക്കണം. കാരണം നമ്മൾ കുറച്ച് അധികമാണ് കട്ട് ചെയ്തിരിക്കുന്നത്. കാരണം ബറാബറ കട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് പിടുത്തം വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അത് കുറച്ച് ഇറക്കി കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആക്സാ ബ്ലേഡ് കൊണ്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ അടിച്ച് പരത്തി അതിനോട് ചേർത്ത് വെക്കണം. അപ്പോൾ കൂടുതൽ ബലം കിട്ടുന്നതായിരിക്കും. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ 2 ഭാഗത്തും നമ്മൾ അടിച്ച് പരത്തി കഴിഞ്ഞു. പിന്നീട് നമുക്കിതിൻ്റെ ഭാഗത്ത്, ഈ ഹോളിൻ്റെ ഭാഗത്ത് ഇപ്പുറത്തായിട്ടൊരു പുറത്തേക്ക് തള്ളി നിൽപ്പുണ്ട് ഒരു പീസ്. ആ പീസ് കൂടി തട്ടി ഇളക്കി കളയാം. അപ്പോൾ നമുക്കൊരു ബോൾട്ട് ഇടുന്നതിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യാം ആ ഹോള്. അപ്പോൾ അപ്പുറത്ത് ഒരു വശത്തായിട്ടൊരു ചെറിയൊരു ഹോളുണ്ട്, മറുവശത്ത് ഹോളില്ല. അതിനുവേണ്ടി ഒരു സ്റ്റീലിൻ്റെ ആണി ഉണ്ടെങ്കിൽ ചെറിയൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ MC നല്ല ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സാധനം നമുക്ക് 2 വീല് വെച്ച് ഒന്ന് മാർക്ക് ചെയ്യാം. 2 വീൽ അകത്തേക്ക് ഇതേപോലെ വെച്ചിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്യാവുന്നതാണ്. 2 വീൽ ഇങ്ങനെ അകത്തോട്ട്, അതായത് നമ്മൾ പുറത്താണ് സാധനം വെക്കേണ്ടത്, ഇതിൻ്റെ മറുവശത്താണ്. ഇത് നമ്മൾ മാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇതിൻ്റെ 2 വീൽ അകത്തേക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് ഹോൾ ഇടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. നമ്മൾ അപ്പുറത്തെ പുറം ഭാഗത്താണ് ഈ വീൽ സെറ്റ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് കിട്ടുന്നതിന് വേണ്ടിയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അത് ഹോൾ ഇടുന്നതിന് വേണ്ടിയാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു പേന കൊണ്ടോ പെൻസിൽ കൊണ്ടോ ഇതുപോലെ ആ ഹോളിൻ്റെ ഭാഗത്ത് 2 മാർക്കുകൾ ചെയ്യുക. പിന്നീട് നമുക്ക് ഇത് ഹോളിടുന്നതിന് വേണ്ടിയാണ്, കറക്റ്റ് ഭാഗത്ത് ഹോളിടുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ കുട്ടികളെ പടമൊക്കെ വരച്ച് വെച്ചിരിക്കുന്നത് ഒരുപാട് നാളായിട്ട് വീട്ടിൽ ഉപയോഗമില്ലാതെ കിട്ടുന്ന ഒരു സാധനമാണ്. അതുപോലെ കുട്ടികൾ ഇതിനകത്ത് കളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നുണ്ട്. പടങ്ങളൊക്കെ വരച്ച് വെച്ചിരിക്കുന്നു. ഇപ്പോൾ ഫ്രണ്ട് മുൻഭാഗത്ത് ഇതുപോലെ 2, അതായത് ആൻറ്റിനൊക്കെ ഫിറ്റ് ചെയ്തിരുന്ന 2 ഹോളാണ്. അതിൻ്റെ മധ്യത്തിലായിട്ട് നമ്മൾ അളവെടുക്കേണ്ട, അതിൻ്റെ മധ്യത്തിലായിട്ട് ഇതുപോലെ ഫ്രണ്ട് വീല് വെക്കുക. ഫ്രണ്ട് വീല് വെച്ചതിന് ശേഷം അതിൻ്റെ ഹോളിൽ നമുക്ക് മാർക്കുകളിടുക. എത്ര ഹോളുണ്ടോ അത്രയും ഹോളുകളിൽ നമുക്ക് മാർക്ക് ചെയ്തിട്ട് ബോൾട്ടിട്ട് പിടിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ 4 ഹോളുകളുണ്ട്. 3 ഹോള് അല്ലെങ്കിൽ 2 ഹോള് ചെയ്താൽ ഇതുപോലൊരു കട്ടലിൻ്റെ ബോൾട്ടാണ്. അതിനകത്ത് ഞാനൊരു തറയിലൊക്കെ ഉരച്ച് മുനയാക്കി എടുത്തിരിക്കുകയാണ് ഹോൾഡിടുന്നതിന് വേണ്ടി. ഇപ്പോൾ കട്ടലിൻ്റെ ബോട്ടില്ലെങ്കിൽ ഇതുപോലെ കമ്പിയുണ്ട്, നമുക്ക് വാർപ്പിൻ്റെ കമ്പിയുണ്ട്. ഇതുപോലെ മുനയിട്ട് തറയിൽ ഉരച്ച്, സിമെൻറ്റ് തറയിൽ ഉരച്ചാൽ മുനയായി കിട്ടും. ഇതുപോലെ ഉരച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഹാമർ കൊണ്ട് അടിച്ച് ഹോളിടാം. മണ്ണിൽ താഴ്ത്തി വെച്ചിട്ട് നിരപ്പാക്കി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുത്താൽ പെട്ടെന്ന് ഹോളിട്ട് കിട്ടും. അത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതുമാണ്. ഇപ്പോൾ മണ്ണിൽ വെച്ച് ഹോളിടുന്നെങ്കിൽ മണ്ണിൽ വെച്ച് ഇതുപോലെ ചെയ്യാൻ ശ്രമിക്കുക. പെട്ടെന്ന് ഹോളിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗത്തും നമ്മൾ മാർക്ക് ചെയ്ത എല്ലാ ഭാഗത്തും ഇതുപോലെ കട്ടിലിൻ്റെ ബോൾട്ട് ഇതുപോലെ മുനയാക്കി എടുത്തതിന് ശേഷം, അല്ലെങ്കിൽ കമ്പി മുനയാക്കി എടുത്തതിന് ശേഷം ഇതുപോലെ ഹോളിടാം. ഹോളിട്ടിട്ട് ഇതിൻ്റെ പുറകുവശത്ത് ഇതിൻ്റെ ഹോളിട്ടതിൻ്റെ പുറത്തേക്ക് തള്ളി നിൽക്കും അതിൻ്റെ ഭാഗങ്ങൾ. നമ്മൾ ഡ്രില്ലിംഗ് മെഷീൻ വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. ഇതുപോലൊക്കെ നമ്മൾ ഹോളിടുമ്പോൾ അതിൻ്റെ
ഹോളിട്ട ഭാഗം പുറത്തേക്ക് തള്ളി നിൽക്കുന്നതാണ്. അതുകൂടി നമുക്ക് ഇത് കട്ട് ചെയ്ത് കളയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായിട്ടുള്ളതായിരിക്കും ഈ വീഡിയോ. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം. അപ്പോൾ അതേപോലെ തള്ളി നിൽക്കുന്ന ഭാഗം ആക്സാ ബ്ലേഡ് കൊണ്ട് തന്നെ നമുക്ക് കട്ട് ചെയ്ത് കളയാവുന്നതാണ്. ഇതുപോലെ ആക്സാ ബ്ലേഡ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഐറ്റങ്ങൾ കൊണ്ടൊക്കെ ഇതുപോലെ നമ്മൾ ആ ഭാഗം തള്ളി നിൽക്കുന്ന ഭാഗങ്ങൾ കട്ട് ചെയ്തും അടിച്ചുമൊക്കെ കളയാവുന്നതാണ്. എന്നിട്ട് അടിയിൽ എന്തെങ്കിലും ഒരു കനമുള്ള സാധനം വെച്ച് ഇരുമ്പ് വെച്ചിട്ട് ഇതുപോലെ അടിച്ച് ഒന്നും കൂടി നിരപ്പാക്കി എടുത്താൽ അത് ഓക്കെ ആയി കിട്ടുന്നതാണ്. പിന്നീട് നമുക്കിതുപോലുള്ള 4 നെട്ട് ബോൾട്ടുകളാണ് ഉപയോഗിക്കുന്നത്. 2 ചെറിയ നെട്ട് ബോൾട്ടും ഉപയോഗിക്കുന്നുണ്ട്. ഇതുപോലുള്ള 4, 9, 10 അളവ് വരുന്ന സൈസിലുള്ള നെട്ട് ബോൾട്ടുകളാണ്. അപ്പോൾ അതിനകത്ത് ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് നമ്മൾ 2 വീലുകൾ ഇതുപോലെ ഇങ്ങനെ കയറ്റി വെക്കുകയാണ്. അകത്തുകൂടി 2 ബോൾട്ടുകൾ കയറ്റിയതിന് ശേഷം പുറകിൽ 2 വീല് ഇങ്ങനെ വെച്ച് സെറ്റ് ചെയ്യുകയാണ്. ബോൾട്ടിട്ട് നല്ലതുപോലെ ടൈറ്റ് ചെയ്യുക. അപ്പോൾ അർബാനയുടെ ഏകദേശം നമ്മൾ അറിയാമല്ലോ വീലൊക്കെ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. അതുപോലെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുകയാണ്. ഇത് അവസാനം കാണാവുന്നതാണ്. ഇതിൻ്റെ ഉപയോഗം കൂടി കണ്ടിട്ട് മാത്രമേ നിങ്ങൾ ഈ വീഡിയോയിൽ നിന്നും നിർത്തിപ്പോകാവൂ. കാരണം നല്ല സൂപ്പറായിട്ടുള്ള ഉപയോഗമായിരിക്കും. എല്ലാവർക്കും വളരെ അതിശയവും അത്ഭുതവുമായിരിക്കും ഇത് കാണുമ്പോൾ. ഇപ്പോൾ ഒരു അർബാനയൊക്കെ മെഷീനറികളൊന്നും ഇല്ലാതെ വീട്ടിലൊക്കെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു അത്ഭുതം തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും കണ്ടു നോക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫ്രണ്ട് വീലും കൂടി ഇതുപോലെ വെച്ചതിന് ശേഷം അതുപോലെ അകത്തുകൂടി ബോൾട്ടിട്ട് പുറത്തേക്ക് എടുത്ത് ഞെട്ടിട്ട് മുറുക്കുക. ഫ്രണ്ട് വീലാണ് ഈ മുറുക്കുന്നത്. അപ്പോൾ 2 ബോൾട്ടാണ് ഇതിനകത്തിട്ട് വേണമെങ്കിൽ 1 ബോൾട്ടും കൂടി ഇട്ട് മുറുക്കാം. ഹോൾ അതിന് വേണ്ടി ഉണ്ട്. അപ്പോൾ ഏകദേശം ആ വീലടക്കം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ പിടിയാണ് ആവശ്യം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഹാൻഡിലാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഹാൻഡിന് വേണ്ടി നമുക്ക് ഒരു തുണിയൊക്കെ ഇടുന്ന സ്റ്റാൻഡിൻ്റെ 2 പൈപ്പുകളാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. നമുക്ക് സാരി സ്റ്റാൻഡ് എന്ന് പറയുന്ന സ്റ്റാൻഡിൻ്റെ 2 പൈപ്പുകൾ പഴയതാണ്, തുരുമ്പെടുത്ത് കിടന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഉപയോഗിക്കണം. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് വെച്ച് നമുക്ക് ആദ്യം അതിൻ്റെ ഹോളുകൾ ഒന്ന് മാർക്ക് ചെയ്യാം. അതിൻ്റെ അകത്തേക്ക് വെച്ച് നേരത്തെ നമ്മൾ വീല് സെറ്റ് ചെയ്ത് അതേ മെത്തേഡ് തന്നെ ഇതും സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് അത് നമ്മളിതുപോലെ നേരത്തെ ചെയ്ത സാധനം കൊണ്ട് തന്നെ ഹോൾ ഇട്ടതിന് ശേഷം 2 ബോൾട്ട് അകത്തുകൂടി ഇട്ടിട്ട് ഇതുപോലെ അടിയിലേക്ക് കയറ്റി വളഞ്ഞിരിക്കുന്ന ഭാഗം അടിയിലേക്ക് കയറ്റി ബോൾട്ടിട്ട് നമ്മൾ മുറുക്കുകയാണ്. ഇതുപോലെ ബോൾട്ടുകളിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ വാഷറും ഇട്ടതിന് ശേഷം നമ്മൾ ടൈറ്റ് ചെയ്തെടുക്കുകയാണ്. വളഞ്ഞിരിക്കുന്ന ഭാഗം അടിയിലേക്ക് കയറ്റി അപ്പോൾ ഈ ഭാഗം നമ്മൾ തിരിച്ച് വളച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഹാൻഡിലായിട്ട് ഉപയോഗിക്കാം. എന്നിട്ട് ശേഷം നമ്മൾ നേരത്തെ സൈക്കിളിൻ്റെ പിടി ഊരി വെച്ചിരുന്നത് കൂടി അതിനകത്ത് സെറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഹാൻഡിലൊക്കെ ആയിരിക്കുകയാണ്. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതിന് പെയിൻറ്റ് കൂടി ചെയ്തെടുക്കാം. ഒരു ഗ്രീൻ കളർ പെയിൻറ്റാണ് ചെയ്തെടുക്കുന്നത്. സാധാരണ ഗ്രീൻ കളറാണ് എല്ലാ അർബാനകളിലും ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ഗ്രീൻ കളറാണ് ഇതിൽ ചെയ്തെടുക്കുന്നത്. അടിയിൽ വീലിനൊക്കെ ഒരു ബ്ലാക്ക് കളറും കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വീട്ടിലുണ്ടായിരുന്ന പെയിൻറ്റുകളാണ് എടുത്ത് ചെയ്തിരിക്കുന്നതിനൊന്നും ചിലവില്ല. കൈവശം ഉണ്ടായിരുന്നതൊക്കെയാണ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ബ്ലാക്ക് കളറ് വീലിലും ബോഡിക്ക് ഇതിൻ്റെ ഗ്രീൻ കളർ. പിന്നീട് നമ്മൾ ഈ സൈക്കിളിൽ നിളക്കിയെടുത്ത ഭാഗം കൊണ്ട് തന്നെ 2 സ്റ്റേ അടിയിൽ കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ചെയ്യുന്നത് ഞാൻ കാണിച്ചിട്ടില്ല. അതായത് 2 വീലുകളും മുമ്പിലത്തെ വീലും ബാക്കിലത്തെ വീലും അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോകാതിരിക്കുന്നതിന് വേണ്ടി അത് ചേർത്ത് വെച്ച് 2 സ്റ്റേ ഇങ്ങനെ കൊടുത്ത് കെട്ട് കമ്പിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വെൽഡിംഗ് ഒക്കെ ചെയ്ത് വെച്ചാൽ കൂടുതൽ പെർഫെക്റ്റ് ആവും. അപ്പോൾ ഏകദേശം അതിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഉപയോഗം കൂടി എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സന്തോഷമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം കൂടെ കാണാം. കുറച്ച് മെറ്റിലൊക്കെ വാരിയിട്ട് നമുക്ക് വീടിൻ്റെ പുറകിലേക്ക് ഒന്ന് കൊണ്ട് തട്ടുന്ന രംഗം കൂടി കാണാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ചെയ്യണം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം. അപ്പോൾ നമ്മുടെ അർബാന റെഡി ആയിരിക്കുകയാണ്. നമുക്ക് ഇതിൻ്റെ ഉപയോഗം കൂടി എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അപ്പോൾ കുറച്ച് നല്ല ഇതിനകത്ത് മെറ്റിലൊക്കെ നല്ല നിറച്ച് തന്നെ വാരി നമുക്ക് പുറകിലേക്ക് കൊണ്ട് തട്ടാവുന്നതാണ്. പുറകിലേക്ക് ആവശ്യമുള്ള സ്ഥലത്ത് എവിടെയാണോ കൊണ്ട് ഷിഫ്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ കുറച്ച് മെറ്റിലൊക്കെ വീടിൻ്റെ ഫ്രണ്ടിൽ കിടന്നത് ഞാൻ വാരി ഇതിനകത്ത് നിറച്ചിട്ട് വീടിൻ്റെ പുറകിലേക്ക് കൊണ്ട് തട്ടുന്ന രംഗം കൂടി നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. അത് ലാസ്റ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ, കാണിച്ചു തരാമെന്ന്. അത് കണ്ടിട്ട് മാത്രമേ നിങ്ങൾ ഇത് ലീവ് ചെയ്യാവൂ. അപ്പോൾ മെറ്റിലൊക്കെ വാരിയിട്ട് നിറച്ച് അപ്പോൾ നമ്മൾ പുറകിലേക്ക് കൊണ്ട് തട്ടാൻ പോവുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞത് ഞാൻ ഇതിൻ്റെ പിടി നമ്മൾ ഹാൻഡിൽ വെച്ചത് അതൊന്ന് മാറ്റേണ്ടതായിട്ടുണ്ട്. അത് ഹാൻഡിൽ കുറച്ച് ബലക്കുറവുണ്ട്. നമ്മൾ അന്നേരം എൻ്റെ കയ്യിൽ കിട്ടിയ ഒരു സാധനം വെച്ച് ഞാൻ ചെയ്തതാണ്. ചിലവില്ലാത്ത ഈർ ചെയ്യണമെന്നുള്ളൊരു വാശി കൊണ്ട് കയ്യിൽ കിട്ടിയ ഒരു സാധനം ഒരു ഹാൻഡിൽ വെച്ചാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ PVC പൈപ്പോ എന്തെങ്കിലും ഇതുപോലെ ഇതിനേക്കാൾ കുറച്ചുകൂടി കനമുള്ള പൈപ്പോ നമുക്ക് വളച്ചെടുത്ത് ഇതിൻ്റെ അടിഭാഗത്തു നിന്ന് കൂടി വളച്ചെടുത്ത് ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ബലം ഉണ്ടാകുന്നതാണ്. പിന്നീട് നമുക്ക് ഇത് ഞാൻ വീഡിയോ കാണിക്കാത്തൊരു കാര്യം കൂടിയാണ്. അതായത് ഈ ഹാൻഡിൽ നമ്മൾ വെക്കുമ്പോൾ ആ ഭാഗത്തും കൂടി നമ്മൾ 2 ഹോൾ ഇട്ടതിന് ശേഷം 2 നെറ്റ് ബോൾട്ടിട്ട് മുറുക്കേണ്ടതാണ്. എന്നാലേ കുറച്ചുകൂടി ബലം കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഹാൻഡിൽ മലർന്നു പോകാൻ സാധ്യതയുണ്ട്.
അപ്പോൾ അതുകൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാമെന്ന് കരുതുന്നു. ഇപ്പോൾ ഹാൻഡിൽ നമ്മൾ വെക്കുമ്പോൾ വളച്ചെടുത്ത് അടിയിൽ കുറച്ചുകൂടി മധ്യത്തിൽ ചെയ്താൽ നല്ലതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുന്ന തീർച്ചയായിട്ടും ലൈക്ക് കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത നല്ല ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.